കുരുമുളക് ചെടി കണ്ടോ, ഇതൊരു വള്ളിച്ചെടിയാണ്. കരിശിമ കയറ്റിവിട്ടാണ്, കരിശുമരം. അത് നോക്കി. അപ്പം നമ്മൾ ഇതാണ് തിരി ഇട്ടു. കണ്ടോ, തിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുരു ഉണ്ടാവാനുള്ള പൂവാണിത്. നീളത്തിൽ ഒരു 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ നീളത്തിൽ വരും. ഇതുണ്ടോ, ഇതുപോലെ നമ്മളിപ്പോൾ ഒരു മുഴം നടും. ഒരു മാറ് നീളമുണ്ട്. അപ്പം നമ്മൾ ഇത് മുറിച്ചിട്ട് ഒരു മുഴം നീളം, അതായത് ഏകദേശം ഒരു 1.5 അടി നീളത്തിൽ എടുത്തിട്ട് മുറിച്ച് വയ്ക്കണം. അപ്പോൾ ഒരു ഒരു അടി നീളം മണ്ണിൽ നമ്മൾ ചുറ്റി ഇട്ട് വയ്ക്കും. ആട്ടാണ് കുഴിച്ചിടുന്നത്. അപ്പോൾ പല മുട്ടുകളുണ്ട്. മുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വള്ളിയുടെ അട്ടക്കാലെന്നൊക്കെ പറയും. അവിടെ പല സ്ഥലത്തും വേരുകൾ മുളയ്ക്കും. അത് കഴിഞ്ഞിട്ട് ചെടി ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കടക്കി വെച്ച് കൊടുത്താൽ ഇനി നനയ്ക്കും വേണ്ട, പിടിക്കും വേണ്ട. അപ്പോൾ പരമാവധി മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ മാവ് അല്ലെങ്കിൽ പ്ലാവ് ഇതിൻ്റെയൊക്കെ കിഴക്ക് വശത്ത് വയ്ക്കുക. അപ്പോൾ പടിഞ്ഞാറൻ വെയിൽ വരുമ്പോഴേ ഇതിന് വാട്ടം വരില്ല. അപ്പോൾ ഇതിൻ്റെ തണലത്ത് അവിടെ നിൽക്കും. അങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, നേരെ പ്ലാവിൻ്റെ അടക്കി വെച്ചു, മാവിൻ്റെ അടക്കി വെച്ചു. കണ്ടോ, ഇത് ഒരു പ്ലാവാണ്. ഈ പ്ലാവിൻ്റെ മുകളിലേക്ക് തന്നെ കയറി പോകോളും. ചക്ക ഒരു വശത്തുണ്ടാവും, കുരുമുളക് തന്നെ അതുമേ ഉണ്ടാവും. കണ്ടോ, അപ്പോൾ നമുക്ക് ഒരു പ്ലാവിനെ കൊണ്ടേ ചക്ക മാത്രമല്ല ഈ കുരുമുളകിനുള്ള താങ്ങും ഇത് തന്നെയാണ്. കേട്ടോ, അപ്പോൾ ഈ കുരുമുളക്, കേരളത്തിലത്തെ കുരുമുളക് എന്ന് വെച്ചാൽ ഭയങ്കര ഡിമാൻഡാണ്. ഒരു 10-20 കൊല്ലം മുന്നേ നമ്മുടെ മലയാളികൾ എന്ത് പണി പറ്റിച്ചു, ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിൽ കൊച്ചിയിൽ കൊണ്ടുവന്ന് കുരുമുളക് ഇറക്കി. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ചാക്കില്ലേ, ആ ചാക്ക മേടിച്ചിട്ട് അതിലൊക്കെ നിറച്ചിട്ട് അമേരിക്കയിലേക്ക് കയറ്റി വിട്ടു. സായിപ്പ അവിടെ പോയിട്ട് 2 മണി കടിച്ചു നിന്നപ്പോൾ എന്നെ മനസ്സിലായി ഇതിന് എരിവ് കുറവ്. അപ്പം എന്നാ അയാൾ തിരിച്ചുകൊണ്ട് വിട്ടു. എന്നിട്ട് കുറച്ച് കൊല്ലത്തേക്ക് കേരളത്തിൻ്റെ കുരുമുളകിന് ഡിമാൻഡ് ഉണ്ടായില്ല. ഇപ്പം നല്ല ഡിമാൻഡാണ്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഇതുപോലെ കൃഷി ചെയ്യുക. കൃഷി ചെയ്യുകയെന്ന് യാതൊരു ചിലവില്ല. നിങ്ങൾക്ക് ആകെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഒരു മാവിൻ്റെ ഇടയ്ക്ക് കുഴിച്ചിടാനായിട്ട്. അപ്പം നിങ്ങളൊക്കെ ഇത് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് കുരുമുളക് എടുക്കാമല്ലോ. ഈ തമിഴൻ്റെ കിഴക്കൻ മുളക് എന്ന് പറഞ്ഞിട്ട് കാശ്മീരി മുളക് പെയിൻ്റ് അടിച്ചത്, അത് അറിയില്ല, അതൊക്കെ മേടിക്കണമെങ്കിൽ ഈ കുരുമുളക് നമുക്ക് കഴിക്കാം.